ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഗുഡ് സഫ്നാന. ഈവനിങ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു സൈക്കോളജി കൗൺസിലറാണ്. ഓൺലൈനിലാണെങ്കിലും നിങ്ങളെ എല്ലാവരുടെയും സാന്നിധ്യം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരാണ് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ എത്തിയത് കൗൺസിലിംഗ് കോഴ്സ് ഞാൻ കൗൺസിലിംഗ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു കേൾവിക്കാരിയായിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയും, എനിക്ക് ആ മേഖല നന്നായിട്ട് ചേരും, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൗൺസിലിംഗ് പഠിക്കാൻ തുടങ്ങിയത്. കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഈ വിംബിൾ അക്കാദമിയിലെ മോർണിംഗ് ക്ലാസ്സിലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നല്ല ലാഗായി, അത് പൊട്ടിപ്പോയൊരവസ്ഥയാണ് എനിക്ക്. നല്ല തയ്യാറായി വന്നെങ്കിലും കുറച്ച് ആൾക്കാരെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായി, എനിക്ക് പറയാൻ പറ്റാണ്ടായി, ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചായിരുന്നു. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല, അതിൽ നന്നായിട്ട് തയ്യാറാവേണ്ട ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഈ കൗൺസിലിങ്ങിലൂടെ കിട്ടിയ നല്ല ചില സൗഹൃദങ്ങളിലൂടെയാണ് ഞാൻ ഈ വിംബിൾ അക്കാദമിയിലെത്തിയതും അതിലൂടെ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ 24ാമത്തെ ബാച്ചിലാണ് ഞാൻ ഉള്ളത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ മനുഷ്യ മനസ്സുകളെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇന്നത്തെ വിഷയം എനിക്ക് കണ്ടപ്പോൾ വ്യക്തിപരമായിട്ട് നല്ലൊരു ആവേശം ഉണ്ടായി. പിന്നെ ആവേശത്തിലാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ദ ഇൻവിസിബിൾ സ്ട്രിങ്സ്, ദ സൈക്കോളജി ഓഫ് പവർ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ നല്ലൊരു വിഷയം തന്നെയാണ്. നമ്മളറിയാതെ തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന ചില അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളോട്. ഈ ഒരു ഗൗരവമേറിയൊരു വിഷയമാണിത്. ഇതെടുക്കാൻ പ്രാപ്തനായിട്ടുള്ള അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അഡ്വക്കേറ്റ് ബിജു കെ മാത്യു സാറാണ്. സാറൊരു ഫാമിലി കൗൺസിലറും എൻ്റർപ്രണറും ട്രെയിനറും കൂടിയാണ്. സാറ് ഈ ക്ലാസ് എടുക്കാൻ സാറാണ് ഇതിന് അനുയോജ്യനായ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ട്രെയിനിങ് കോഴ്സിൽ കയറിയിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓക്കെ സാർ. Thank you, Sapna ma'am. Thank you very much for a warm welcome and good evening all. നമ്മളൊക്കെ സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. 1947 നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യത്തിന്. എന്നാൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ എത്രത്തോളം സ്വതന്ത്രരാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു കാര്യത്തെ പറ്റി, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാമോ? ഓക്കെ, അപ്പൊ നമ്മൾ പൂർണ്ണ സ്വതന്ത്രരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളില് ഒക്കെ നമ്മൾ സ്വതന്ത്രരാണെങ്കിലും നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മൾ ഇത്രത്തോളം പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ വരെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, എങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിശ്ചിത കൺട്രോള് നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ്. കാരണം നമ്മൾ അത്രത്തോളം സ്വതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കൈ മുന്നോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആളുടെ മൂക്ക് വരെയുള്ള ആ ഒരു അവകാശമേ നമുക്കുള്ളൂ. അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാതെ നമ്മുടെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യണം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മൾ ഒരു അദൃശ്യ നൂലുകളാൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്, ദ ഇൻവിസിബിൾ സ്ട്രിങ്സ്. അപ്പൊ നമ്മളുടെ നീക്കങ്ങൾ, നമ്മൾ പാവകളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പാവകളിയിൽ നമ്മൾ പാവ ഇങ്ങനെ പല രീതിയിലുള്ള ആക്ഷനുകൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിന് മുകളിലിരുന്ന് ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ പാവകളി ആർട്ടിസ്റ്റ് അവിടെ ഇരുന്നിട്ട് നിയന്ത്രിക്കുകയാണ് പാവ എങ്ങനെ മൂവ് ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്ന, നമുക്ക് മുകളിൽ ഇരിക്കുന്ന, നമ്മളെക്കാൾ അധികാരമുള്ള ആളുകൾ, വീട്ടിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ നാട്ടിലാവുമ്പോൾ നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ,
പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്, ഇങ്ങനെ ഓരോ വിഭാഗം ആളുകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ ചില ആളുകൾ ഈ നിയന്ത്രിക്കുന്ന ആളുകളും കുറെ പേര് ഈ നിയന്ത്രിതരായിരിക്കുന്ന, മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളുമായിട്ടാണ് നമ്മളുടെ സൊസൈറ്റി ഉള്ളത്. എനിക്ക് തോന്നുന്നു ആരെയും നിയന്ത്രിക്കാത്ത, ആരാലും നിയന്ത്രിക്കപ്പെടാത്ത ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ ഈ നിയന്ത്രണം അല്ലെ നിയന്ത്രിക്കൽ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ എങ്ങനെ നമ്മളെ സൈക്കോളജിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിനെ, നമ്മളുടെ കാരിയറിനെ ഒക്കെ ഏത് രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ഒരു സൈക്കോളജിക്കൽ വ്യൂ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായ വ്യൂ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ എല്ലാം സൈക്കോളജിക്കലി ആണ്. നമ്മളിവിടെ വിംബിൾ അക്കാദമിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ, നമ്മളിവിടെ ചെയ്യുമ്പോഴും ഇതൊരു സൈക്കോളജി ഓറിയന്റഡ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സൈക്കോളജിക്കൽ വ്യൂവും കൂടി പറയുന്നത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ വ്യൂവിൽ ആദ്യമായിട്ട് ഡിസയർ ടു കൺട്രോൾ എന്നാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അതായത് ദ മൈൻഡ് ഓഫ് ദി കൺട്രോളർ. അപ്പോൾ കൺട്രോളർ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള, നമ്മളതിനെ ചിലപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയും. ഒരു ലീഡർ ആയിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഗൃഹനാഥൻ ആണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആരെ, എങ്ങനെ, എവിടെ, എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ നാട്ടിൽ നമ്മൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ അധികാര സ്ഥാനത്ത് ഓരോ ആളുകളാണ്. ഇപ്പം സംസ്ഥാനത്തിന്റെ കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതേപോലെ ഒരു രാഷ്ട്രത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിന് താഴെയുള്ള ആളുകളാണ്. അപ്പൊ ഈ ഏറ്റവും മുകളിലുള്ള ആ സ്ട്രിങ് കൺട്രോൾ ചെയ്യുന്ന ആള് പ്രധാനമന്ത്രിയാവുകയാണ്. അപ്പൊ ആ രീതിയിലാണ് കൺട്രോൾ വരുന്നത്. കൺട്രോളർ എന്ന് പറയുന്ന, ഡിസയർ ടു കൺട്രോൾ എന്ന് പറയുന്ന അധികാരം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതിന് രണ്ടാമതായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇത് മൈൻഡ് ഓഫ് ദി കൺട്രോൾഡ് എന്നാണ്. നിയന്ത്രിതരാകുന്ന ആളുകളുടെ ഒരു മൈൻഡ്. അപ്പൊ ആകുന്ന ആളുകളുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ആൻഡ് റാവൻസ് ബേസ് ഓഫ് പവർ എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അപ്പൊ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ജോൺ ഫ്രഞ്ചും ആൻഡ് ബെട്രാൻ റാവൻ എന്ന് പറയുന്ന രണ്ടുപേര് 1959 ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ 6 കാര്യങ്ങളാണ്, 6 പോയിന്റാണ് അവര് അതിനെപ്പറ്റി എന്താ പറയുക, കൺട്രോൾ ഓഫ് പവർ എങ്ങനെയാണെന്നുള്ളതിനെ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് ലെജിറ്റിമേറ്റ് അഥവാ നിയമപരമായിട്ട് അധികാരം ലഭിച്ച ആളുകൾ, അവരാണ് ഈ കൺട്രോൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. അപ്പൊ നമ്മൾ പോലീസ് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, മന്ത്രിമാര്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി, അവർക്കൊക്കെ നിയമപരമായ, അതാത് രാജ്യങ്ങളിലുള്ള നിയമപരമായ അധികാരം ലഭിച്ച ആളുകൾ. ഇപ്പൊ ജില്ലയ്ക്കാണെങ്കിൽ ജില്ലാ കളക്ടറാണ് ജില്ലയുടെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ആൾ. അപ്പൊ അവരാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെ ബാക്കിയുള്ള ആളുകൾ അവരുടെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമതായിട്ട് റിവാർഡ് അഥവാ പ്രതിഫലം നൽകുന്ന ആളുകൾ. ഇപ്പൊ നമുക്ക് ഒരു കമ്പനിയിലെ ഒരു CEO വന്നിട്ട് ആ കമ്പനിയുടെ ഒരു സ്റ്റാഫിന് ഒരു റിവാർഡ് ചെയ്തു, നിങ്ങളുടെ ജോലി നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു പ്രോഫിറ്റ് ഷെയർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ബോണസ് ആയിട്ട് തരുന്നു. അപ്പൊ ആ കൺട്രോളിന്റെ കീഴിൽ ഈ സ്റ്റാഫ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, റിവാർഡ് ലഭിച്ചയാൾ ഒരു നിയന്ത്രിതനാണ്. അയാൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, റിവാർഡ് വരുന്നത്. മൂന്നാമത് വരുന്നത് കൊയേഴ്സീവ് ആണ്, അഥവാ കമ്പൽസീവ് ആയിട്ട്, അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള ആളുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ, എന്നാ പിന്നെ എന്താ പറയുക, നീ ഒരു കാര്യം ചെയ്തത് പറഞ്ഞത് ചെയ്യുന്നില്ല, അപ്പൊ നിനക്ക് ഇന്നത് വേണ്ട, അല്ലെങ്കിൽ നിനക്ക് ഇന്ന ശിക്ഷ എന്ന് പറയുന്ന. അപ്പൊ കോടതികൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കുന്നതും ഒരു പരിധി വരെ ആ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള ആളുകളാണ് കോടതികൾ, അല്ലെങ്കിൽ ജഡ്ജിമാര്, മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകൾ വരുന്നത്. അങ്ങനെ നാലാമതായിട്ട് വരുന്നത്
എക്സ്പെർട്ടുകളാണ്, വിദഗ്ധർ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുകയാണെങ്കിൽ സർജൻ ഒരു വിദഗ്ധനാണ്. അപ്പൊ അദ്ദേഹമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളവർ അത് അനുസരിക്കാൻ വിധേയപ്പെട്ട കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ശരിക്കും വിധേയൻ എന്നുള്ള ആ പേര് തന്നെയാണ് അതിന് യോജിക്കുക, വിധേയപ്പെട്ട ആളുകൾ. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഈ സ്വാധീനമുള്ള ആളുകൾ എന്ന് പറയും. ഇപ്പൊ നമ്മള് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, അദ്ദേഹത്തിന് ഒരു വലിയ സ്വാധീനമുണ്ട് ആ മേഖലയിൽ, അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ട്. അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അല്ലാതുള്ള മറ്റുള്ള മേഖലകളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അപ്പം അവരൊരു റഫറൻ്റ് ആയിട്ടുള്ള സ്വാധീനമുള്ള ഒരു അധികാരം ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പം പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒക്കെ പലപ്പോഴും ഇത്തരത്തിൽ ഒരു സ്വാധീനമുള്ള ആളുകളാണ് സമൂഹത്തിൽ. അപ്പൊ അവർക്കൊരു അധികാരം ഉണ്ടാവും. അവർ പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫേവർ ഇല്ലാതെയാക്കാനുള്ള ഒരു കഴിവുണ്ടാവുന്നവരാണ്. ഇനി ആറാമതായിട്ടാണ് ഈ ഇൻഫർമേഷണൽ പവർ. അതിനു മുന്നേ ഈ സ്വാധീനമുള്ള ആളുകളിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഓൺലൈൻ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കും സമൂഹത്തിൽ ഇപ്പം വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആറാമത്തെ പോയിന്റ് ഇൻഫർമേഷണൽ പവർ ആണ്. അപ്പൊ കമ്പ്യൂട്ടറിലൊക്കെ കൂടുതൽ എക്സ്പെർട്ട് ആയിരിക്കുന്ന, പുതിയ പ്രോഗ്രാമുകൾ ചെയ്യുന്ന, പുതിയ ഇൻഫർമേഷൻ കൊടുക്കുന്ന, ഞാൻ ഈ പറയുന്ന ഒരു ഉദാഹരണങ്ങളൊന്നും പൂർണ്ണമായിരിക്കണമെന്നില്ല, വേറെയും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഈ സ്വാധീനിക്കപ്പെട്ടു പോകുന്ന അല്ലെ വിധേയപ്പെട്ടു പോകുന്ന ആളുകൾക്ക് നമ്മൾ വേറൊരു ടേമും കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ആ വിധേയത്വത്തിലായിരിക്കുന്ന ആളുകളെ, നമ്മൾ മമ്മൂട്ടിയുടെ സിനിമ വിധേയൻ എന്നുള്ള സിനിമയിൽ ശരിക്കും അയാൾ എപ്പോഴും ആ വിധേയനായിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത്. അപ്പൊ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയുന്നത്. സ്ഥിരമായി ഒരാളുടെ കളിപ്പാവയായി മാറുക, അല്ലെ അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അയാളുടെ സ്ട്രിങ്ങിന്റെ ചലനം അനുസരിച്ച് മാത്രം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ കളിപ്പാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ ആ ഒരു പാട്ടടക്കമുണ്ട്, കളിപ്പാട്ടുമായി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പലരും മിക്കവാറും എല്ലാ പേരും എപ്പോഴെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ഈവൻ ആ പാട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ ഈ വിധേയമാക്കപ്പെടുന്ന ആളുകളിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ആക്കപ്പെടുന്ന ആളുകൾക്ക് വേറൊരു അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻസും കൂടിയുണ്ട്. അതിന് ലൂസിഫർ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫിലിപ്പ് സാംബ്രാഡോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് 1971 അത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ കുറെ കുട്ടികളെ ഒരു സാങ്കല്പികമായ ഒരു ജയിൽ സൃഷ്ടിക്കുകയും കുറെ കുട്ടികളെ ജയിലേഴ്സ് ആയിട്ടും കുറെ ജയിൽ വാർഡന്മാരായിട്ടും കുറെ കുട്ടികളെ ജയിലേഴ്സുമായിട്ട് അവരതിൽ നിയമിക്കുകയാണ്. എന്നിട്ട് അവരോട് അങ്ങനെ ജയിൽ വാർഡനായിട്ടും ജയിൽ എന്താ പറയുക തടവുകാരനായിട്ടും അവര് അഭിനയിക്കാൻ പറഞ്ഞിട്ട് അവരെ വിടുകയാണ്. നോർമലി അവരവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ മാനസികാവസ്ഥയൊക്കെ ചെക്ക് ചെയ്ത് അവർ നല്ല സ്വഭാവമുള്ള എന്താ പറയുക അവർ വളരെ നൈസ് ആയിട്ടുള്ള പീപ്പിൾ ആണ് അല്ലെ കുട്ടികളാണ് എന്ന് കണക്കാക്കിയതിന് ശേഷമാണ് അല്ലെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ ഈ സാങ്കല്പിക ജയിലിലേക്ക് വിടുന്നത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഈ ജയിൽ വാർഡന്മാരായിരുന്ന കുട്ടികൾ ക്രൂരന്മാരാവുകയും തടവുകാരായി ആയ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ വളരെയധികം എന്താ പറയുക സഹനം ഏറ്റുവാങ്ങാൻ തയ്യാറായ മാനസികാവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ലൂസിഫർ എഫക്റ്റ് എന്നുള്ള ഈ പവർ ഡൈനാമിക്സിന്റെ ഒരു വിഷ്യസ് വെർഷനാണ് ശരിക്കും. അതായത് പെട്ടെന്നൊരു അധികാരം കയ്യിൽ വരുമ്പോൾ എനിക്ക് ആളുകളുടെ സ്വഭാവം വളരെയധികം മാറിപ്പോകുന്നതിനെ പറ്റിയാണ് ഈ സൈക്കോളജി സിദ്ധാന്തം ഈ ലൂസിഫർ എഫക്റ്റ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണേലും ഇത്തരം എഫക്റ്റുകൾ ഒരുപാട് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ഇപ്പൊ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടേതാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നാട്ടിലിറങ്ങിയ ഒരു കാട്ടുപോത്തിനെ പിടിക്കാനായിട്ട് പോകുന്ന ആളുകൾ, നാട്ടിലുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലുമുള്ള ആളുകൾ, ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സാധാരണക്കാരനോ ഒക്കെ പോയി ഒരു സ്ഥലത്തെത്തിപ്പെടുകയും രാത്രിയാവുമ്പോൾ അവരെല്ലാവരും ഒരേപോലെ അക്രമാസക്തരായ ഒരു ജനക്കൂട്ടമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ ജല്ലിക്കെട്ട് എന്നുള്ള സിനിമയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അവരവിടെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ ഈ ഒരു ലൂസിഫർ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വളരെ
നെഗറ്റീവായിട്ടുള്ള ഒരു വിധേയത്വവും അതേപോലെ തന്നെ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അധീശത്വവും ഉണ്ടായി മാറുന്നതായിട്ടാണ് ആ ഒരു സിനിമ കാണിക്കുന്നത്. അതുപോലെ നായാട്ട് എന്ന് പറയുന്ന സിനിമയിൽ ആ പോലീസുകാരായിട്ട് അഭിനയിക്കുന്ന ബിജു മേനോൻ അല്ലെ കുഞ്ചാക്കോ ബോബൻ അവരൊക്കെ ക്രൂരന്മാരായ കഥാപാത്രങ്ങളായി മാറുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക കുടുംബത്തിലേക്ക് വന്നാലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുന്നുണ്ട്. സാഹചര്യങ്ങൾ ആളുകളെ കൂടുതൽ എന്താ പറയുക കൺട്രോളേഴ്സ് ആയി മാറ്റുന്ന, ചിലര് കൺട്രോൾഡ് ആയി മാറ്റുന്ന സാഹചര്യങ്ങൾ. അതുപോലെ കിരീടം എന്ന് പറയുന്ന നമ്മുടെ സിനിമ, ഈ സേതുമാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ല സ്വഭാവമുള്ള, അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിക്കലി ഒരു നല്ല നാട്ടിൻപുറത്ത് നല്ല അഭിപ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സാഹചര്യത്തിൽ അയാള് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിനാൽ ഒരു ഗുണ്ടയായി തരം താഴ്ത്തപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ലൂസിഫർ എഫക്റ്റിന്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ടാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവ വ്യതിയാനത്തിലേക്ക് വരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ തനിയാവർത്തനം എന്നുള്ള പഴയ മമ്മൂട്ടി ചിത്രത്തില് കുടുംബത്തിലാർക്കോ മുമ്പ് സൈക്കോളജി പ്രോബ്ലം ഉണ്ടായിരുന്നത് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അത് അതിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ വീണ്ടും അതിഭീകരമായ ഒരു സൈക്കോളജിയുടെ അവസ്ഥയിലേക്ക്, സൈക്കോസിന്റെ അവസ്ഥയിലേക്ക് ചുറ്റുമുള്ള ആളുകളാൽ തള്ളപ്പെട്ടു പോകുന്ന ആളുകൾ. അതും ഈ ഒരു ലൂസിഫർ എഫക്റ്റ് എന്നുള്ളത് പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ ഒരു പവർ ഡൈനാമിക്സിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് അതെങ്ങനെയാണ് ഹ്യൂമനിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക്, ബിഹേവിയറിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പം മെറിറ്റ് എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഓർഡർ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. സമൂഹത്തിനൊരു വ്യവസ്ഥയുണ്ട്. നാഥനില്ല കളരി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല, അവിടെ അനാർക്കിയാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ലീഡർ അത്യാവശ്യമാണ്. അപ്പൊ പരമാവധി എല്ലാവർക്കും സമ്മതനായ അല്ലെങ്കിൽ ഭൂരിപക്ഷം, നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മൾ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നമ്മുടെ ഭരണകർത്താക്കളായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് ആവശ്യമാണ്. ഇനി കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് നാഥനായാലും നാഥയായാലും കുടുംബം ലീഡ് ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെയാണ്. ഇനി രണ്ടാമതായിട്ട് അതിന് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. പെട്ടെന്നൊരു സംഭവം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിനൊരു തീരുമാനമെടുക്കാൻ ഒരാളുണ്ടാവണം. അപ്പൊ അതാണ് ലീഡർ. എപ്പോഴും പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആളാണ് ലീഡർ. സിറ്റുവേഷൻ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയുക, ഒരു കലാമിറ്റീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിലും ഹ്യൂമൻ കലാമിറ്റീസ്, എന്ത് കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴും സാധാരണഗതിയിൽ ജില്ലാ കളക്ടർ ആണ് അതിന് തീരുമാനമെടുക്കുന്ന ആൾ. അപ്പൊ അവർക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു കളക്ടർ എന്നുള്ള നിലയിലേക്ക് വരുന്നത്. അല്ലേ? ശരിയല്ലേ? അതുപോലെ മൂന്നാമതായിട്ട് മോട്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു വളരെയധികം മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു ലീഡർ ആവണം. അപ്പൊ നമ്മൾ കുട്ടികളോട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? അപ്പോൾ ഓരോരുത്തരും എനിക്ക് കളക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് സയന്റിസ്റ്റ് ആവണം, ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ ലീഡർ ആവാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പൊ അത് പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു വളർച്ച വേണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ അധികാര സ്ഥാനത്ത് എത്തുക എന്നും ഒരു എന്താ പറയുക, നമ്മൾ ഈ സ്ട്രിങ് കൈകാര്യം ചെയ്യുന്ന ഒരാളാവുക എന്നുള്ളതാണ് ഓരോ കുട്ടിയുടെയും ലക്ഷ്യമായി വരുന്നത്. അപ്പം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അപ്പൊ പേരൻസ് ആയാലും സമൂഹമായാലും അതിനുവേണ്ടി പ്രയത്നിക്കാൻ കഴിവുള്ള നേതാക്കളെ വളർത്തിയെടുക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആണ് നമ്മൾ ഈ പവർ ഡൈനാമിക്സിന്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളായിട്ട്, പോസിറ്റീവ് മെറിറ്റ്സ് ആയിട്ട് കാണും. ഇനിയിപ്പോ ഡീമെറിറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ്.
അപ്പൊ കറപ്ഷൻ, ഈ നേതാക്കന്മാര് കറപ്ഷൻ ഉണ്ടാക്കുന്നു, അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ധനവും ആരോഗ്യവും ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും കാണുന്നതാണ്. നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ കറപ്ഷൻ നടത്തുന്നു അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതില് വരുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലൂസിഫർ എഫക്റ്റ് ശരിക്കും. അപ്പം എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു അധികാരം കിട്ടുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അത് സ്വന്തം കാര്യത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ഈ ഒരു പവർ ഡൈനാമിക്സിലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും ഡീമെറിറ്റായ ഒരു കാര്യമാണ്. ഇനി അതിൽ രണ്ടാമത്തതാണ് ഇന്നിക്വാളിറ്റി. അപ്പൊ സമൂഹത്തിൽ നമ്മളെപ്പോഴും പറയും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. എല്ലാവരും സമചിത്തതയോടെ സമതുലനായിട്ട് ചിന്തിക്കണം, ജീവിക്കണം എന്നൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പം ഈ ഒരു അധികാര മനോഭാവം അല്ലെങ്കിൽ ഈ കൺട്രോളർ ആയിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ ആളുകളുടെ പൊതുവെയുള്ള ജന്മനാ ഉള്ള സ്വഭാവം കൊണ്ട് എപ്പോഴും ലീഡർ ആയിരിക്കാൻ, അത് മനുഷ്യരിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നത് മൃഗങ്ങളിലുമുണ്ട്, ലീഡർ ആവാനായിട്ടുള്ള മാത്സര്യം എല്ലായിടത്തുമുണ്ട്. അപ്പം അവിടെ ഇന്നിക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ടൈറനി അഥവാ സ്വേച്ഛാധിപത്യ സ്വഭാവം. നമ്മൾ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് സ്വേച്ഛാധിപത്യത്തെ പറ്റി പറയുന്നത്. ഇപ്പൊ ചരിത്രത്തില് ഹിറ്റ്ലർ ഒരു സ്വേച്ഛാധിപതിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ഒരുപാട് പേരെ ക്രൂരമായിട്ട് കൊല്ലുകയും എന്താ പറയുക, ജാതികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഹിറ്റ്ലറിനെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ സ്വേച്ഛാധിപത്യമാണ് നമ്മളെ ഈ പവർ ഡൈനാമിക്സിലെ മൂന്നാമത്തെ ഡീമെറിറ്റ് ആയിട്ട് കാണുന്നു. ഇനി നമ്മൾ ഈ പവർ ഡൈനാമിക്സിന്റെ സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് വരുന്നത് കഴിഞ്ഞാൽ സ്ട്രെസ് ആണ് മെയിൻ സോഷ്യൽ ഇമ്പാക്റ്റ് വരുന്നത്. കാരണം പവർ ഡൈനാമിക്സിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കായാലും കൺട്രോൾ ചെയ്യപ്പെടുന്ന ആൾക്കായാലും ആ സ്ട്രെസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം എപ്പോഴും ആ കൺട്രോൾ ചെയ്യപ്പെടുന്ന ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ് കൺട്രോളേഴ്സ് ഉണ്ടാവുന്നത്. ഞാനൊരു പഴയ കഥയാണ്, പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിലേക്ക് വരുന്നു. അപ്പം വീട്ടിൽ വീട്ടമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടമ്മയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം സാമ്പത്തിക സഹായം ചോദിക്കുന്നു. അപ്പൊ വീട്ടമ്മ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറയുന്നു. അപ്പൊ അയാൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ വീട്ടിലെ കുടുംബനാഥൻ വരുന്നത്. കുടുംബനാഥൻ വരുമ്പം ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ മുറ്റത്തു നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പൊ അയാളോട് ചോദിച്ച്, ഈ ഭിക്ഷക്കാരനോട് ആ കുടുംബനാഥൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ വന്നേന്ന്. അപ്പൊ കുടുംബക്കാരൻ പറഞ്ഞു, ഇവിടെ ഞാൻ ഇന്നലെ സഹായം ചോദിച്ച് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു എന്താ കിട്ടിയെന്ന്, എന്നിട്ട് എന്തോ എല്ലാം കിട്ടിയോ? അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാ നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം സിറ്റ് ഔട്ടിൽ കയറി കസേര കയറി ഇരുന്നിട്ട് അയാളോട് ഈ ഭിക്ഷക്കാരനോട് ചോദിക്കും നിങ്ങൾ എന്തിനാ വന്നതെന്ന്. അപ്പൊ ഭിക്ഷക്കാരൻ പറയും ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ച് വന്നതാണ്. അപ്പൊ ഈ കുടുംബനാഥൻ പറയും ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറയും. കാരണം അത് ഈ പവർ ഡൈനാമിക്സിന്റെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കാരണം ഞാനാണ് ഇവിടുത്തെ മുതലാളി എന്ന്, അല്ലെ ഞാൻ എൻ്റെ അധികാരത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി എന്താ പറയുക പറയപ്പെടുന്ന നമ്മൾ കേട്ട് കൊണ്ടുണ്ടാവുന്ന ഒരു കഥയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പവർ ഡൈനാമിക്സിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപം അതാണ്, ഞാനാണ് ഇവിടുത്തെ മുതലാളി. അപ്പൊ നമ്മൾ ഏതോ സിനിമയിൽ പറഞ്ഞാൽ ഞാനാ ശരിക്കും മുതലാളി എന്ന് പറയുന്ന ഒരു കമന്റ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് പവർ ഡൈനാമിക്സിന്റെ മെയിൻ കാര്യം. പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ്, സോഷ്യൽ ഇമ്പാക്റ്റ് പവർ ഡൈനാമിക്സിന്റെ അടുത്തതായിട്ട് വരുന്നത്, നമ്മളെ ഒരാൾ അന്യായമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രരാവാൻ അല്ലെങ്കിൽ നമ്മൾ ആ നൂലുകൾ പൊട്ടിച്ചെറിയാനുള്ള ശ്രമം നടത്തുന്നതാണ് സമരങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ അടുത്ത് നമ്മളെ എന്താ പറയുക, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കപ്പെട്ടു. അപ്പൊ അതിൽ ഒരു വിഭാഗം ആളുകൾ സന്തോഷിച്ചു. അപ്പൊ കുറച്ച് പുരുഷന്മാര് അവർക്കും വേണമെന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഒരു സമരമൊക്കെ നടത്തി നോക്കി എന്നാണ് തോന്നുന്നത്. അതുപോലെ അത് ഒരു പവർ ഡൈനാമിക്സിന്റെ ഭാഗമാണ്. ഇവർക്ക് എന്താ കുറച്ച് പേർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇപ്പൊ സമൂഹത്തിൽ എപ്പോഴും സോഷ്യൽ ഇമ്പാക്റ്റ് ഈ പവർ ഡൈനാമിക്സിൽ വളരെയധികം
ഭേദപ്പെട്ടതാ, അത് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് സോഷ്യൽ ഇമ്പാക്റ്റിൽ വരുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ അത് ജാതിയുടെ പേരിലാവാം, മതത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ അസമത്വം ആവാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പവർ ഡൈനാമിക്സ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണം സമ്പാദിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായം കൂടിയ ആളാണോ കൂടുതൽ അധികാരമുള്ളത് എന്ന് ആണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ജയശ്രീ മാം അവിടെ വീഡിയോ ഓപ്പൺ ആക്കിയിരിക്കുന്നുണ്ട്. സോ പ്ലീസ് യു ക്യാൻ ആൻസർ. അത് പൈസ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പവർ ഉണ്ടാവുക. ആണല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു ജയശ്രീ മാം. മിക്കവാറും അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രായം കൂടിയ ആളുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത് കുറച്ച് പഴയ കാലത്ത് ധാരാളം അങ്ങനെ. പക്ഷെ ഇന്ന് ഓക്കെ പ്രായമായവർ ആ അവിടെ ഇരിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ? അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറില്ലേ സാറേ അത്? ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് മാറാം. നമ്മൾ പവർ ആരുടെ കയ്യിലാണെന്നുള്ളതനുസരിച്ചാണ്. പണം ആണോ അധികാരമാണോ എന്നുള്ളതാണ് ശരിക്കും. അത് രണ്ടും താങ്ക് യു വരാൻ അംബിയ മാം. പാടില്ലേ? എന്തോ രണ്ടിനും മാറി മറിഞ്ഞും വരാം. ചിലർക്ക് മാറി പൈസയാണെങ്കിൽ ചിലർക്ക് പവർ പ്രായമായിരിക്കും, പ്രായ കൂടുതലായിരിക്കാം. സാർ അപ്പൊ രണ്ടും കൂടി elder ഉണ്ടെങ്കിലോ? പ്രായവും ഉണ്ട്, കാരണവരുടെ കയ്യിൽ ആ. പൈസയും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അല്ല, പിന്നെ ഒന്നും പറയണ്ട. സ്ട്രിങ് ഒക്കെ പുള്ളി തന്നെ കൈകാര്യം ചെയ്യും. അർച്ചന മാം താങ്ക് യു. ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനേ ഹോസ്പിറ്റലിലായിരുന്നു. ഐ വാസ് ഓൺ ദ വേ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഞാൻ ഫൈസൽ സാർ ജസ്റ്റ് ഓക്കെ മാം, ഓപ്പൺ ചെയ്യാൻ കയറി. പിന്നെ ഐ വാസ് ഹിയറിംഗ് ടു ദ ക്ലാസ്. കേട്ടോ, ഓക്കെ മാം, ഞാൻ here. താങ്ക് യു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ റെലവൻസിനെ പറ്റി നമുക്ക് ഇവിടെ ഒന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഈ പവർ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ. കാരണം അനാവശ്യമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും കഴിയുന്നതായിട്ട് നമുക്ക് ഈ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പറയാമോ? ഇല്ല. ഓക്കെ. പിന്നെ ഭയപ്പെടുത്തി ഭരിക്കുന്നതാണോ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഭരിക്കുന്നതാണോ കൂടുതൽ ഫലപ്രദം എന്ന് പറയാമോ? സ്നേഹത്തോടെ എന്നുള്ളതാണ് ഫലപ്രദം. ലോങ് റണ്ണിൽ നിൽക്കും. പക്ഷെ ചില സ്ഥലത്ത് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ അനുസരിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മളെ മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ സിനിമയില് ആ നടിയോട് ബസ്സിലേക്ക് കയറാൻ പറഞ്ഞിട്ട് കയറാതെ നിന്നപ്പോ നമ്മൾ ആ ഒരു ഡയലോഗ് ഉണ്ട്, കേറിപ്പൊടി പിത്തക്കാടി എന്ന് പറയുന്ന ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അവിടെ അത് വർക്കൗട്ട് ചെയ്തു. പക്ഷെ അല്ലെങ്കിൽ അവർ കേറുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു കമ്പൽഷൻ തന്നെ. സിറ്റുവേഷൻ അനുസരിച്ച് മാറും സാറേ അത്. ഇല്ലേ? അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിവേ നമുക്ക് എവിടെ ഈ പവർ ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ നമ്മളത് ഇന്നത്തെ എന്താ പറയുക ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അധികാരം ശരിക്കും ആധികാരികമാണ്, അത് ആവശ്യമാണ്. പക്ഷെ അത് മറ്റുള്ളവരുടെ എന്താ പറയുക അവകാശങ്ങളിലേക്ക് കടന്നു കയറാതെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രിങ് ആവശ്യത്തിന് ലൂസാക്കുകയും ടൈറ്റ് ആക്കുകയും ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ സ്ട്രിക്റ്റ് വേണ്ടിടത്ത് സ്ട്രിക്റ്റും അല്പം ലൂസാക്കി നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുന്നിടത്ത് കുറച്ച് സ്നേഹത്തോടെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് മാനുഷിക വശത്തോടു കൂടി പരിഗണനയോടുകൂടി പോകും. നമുക്ക് എത്രത്തോളം അത് ഫലപ്രദമാകുന്നുണ്ട് അല്ലെ പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും അത് അങ്ങനെ വേണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എന്താ പറയുക, ഒരു എംപതറ്റിക് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തായാലും ഒരു സ്ട്രിങ് ആവശ്യമാണ്, സമൂഹത്തിന് ഒരു സ്ട്രിങ് ആവശ്യമാണ്. പക്ഷെ ആ സ്ട്രിങ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറച്ചൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാൻ, കുറച്ചൊക്കെ ആ ഒരു എന്താ പറയുക മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഈ എന്താ പറയുക കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾ
അല്ലെങ്കിൽ കൺട്രോളേഴ്സ് ശ്രമിക്കുക എന്നത് നമുക്ക് നല്ല ഒരു എന്താ പറയാ എമ്പതറ്റിക് അല്ലെങ്കിൽ എമ്പതി അല്ലെങ്കിൽ അവിടെ ഒരു സന്തോഷം അവിടെ സംജാതമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലൂസിഫർ എഫക്റ്റ് എന്നുള്ള ഒരു ടേം. ലൂസിഫർ എഫക്റ്റ് ഇല്ലാത്ത ഒരു സൊസൈറ്റി, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ഒരു സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരം വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്യും. അത് കുടുംബത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്, റിലേഷൻഷിപ്പിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും അത്തരം നല്ല എന്താ പറയുക ഒരു മാനുഷിക കാഴ്ചപ്പാട് കൂടി പെരുമാറുന്ന നല്ല നേതാക്കന്മാർ നമുക്ക് ഉണ്ടാവുക എന്നൊക്കെയുള്ളത് നമുക്ക് വളരെ എന്താ പറയുക ഒരു ഈ സ്വർഗം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ എപ്പോഴും അത്തരം കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടായി വന്നതാണ്. ഇക്വൽ ആയിട്ടുള്ള ഒരു സമൂഹം, എല്ലാവരും സമന്മാരായിരിക്കുന്ന സമൂഹം എന്നുള്ളതാണ് നമ്മൾ സ്വർഗം എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അത് ഒരു നല്ല കാഴ്ചപ്പാടാണ്. അപ്പൊ അതിലേക്ക് എത്താൻ സാധിക്കട്ടെ. ആ ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങുകൾ ആവശ്യാനുസരണം അത് ലൂസാവുകയും അത് ടൈറ്റ് ആവുകയും വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു സൊസൈറ്റി ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നമുക്കൊരു നല്ല ചർച്ചയായിട്ടത് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും, റെസ്പോൺസ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഫൈസൽ സാറിനും അർച്ചന മാമിനും ഒരു സ്ഥാനത്ത് നിൽക്കുന്ന രണ്ടു പേർക്കും, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇത്രത്തോളം സംസാരിക്കാൻ പ്രാപ്തരാക്കിയ സഹായിച്ച രണ്ടുപേർക്കുമുള്ള നന്ദിയോടുകൂടി താങ്ക് യു. താങ്ക് യു ബിജു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഫീഡ്ബാക്കോ ആഡ് ഓൺ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. ബിജുജി, ആദ്യം പറയൂ സാർ. എനിക്കൊരു കാര്യം അറിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ ഇത് ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾ ഒരു വർഷം എത്ര സിനിമയാണ് കാണുന്നത്? നിങ്ങളിപ്പോ ആ കൂടി ഒരു 10-15 സിനിമയുടെ പേരുകളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ടോക്കിൽ തന്നെ തനിയാവർത്തനം, കിരീടം, ഇങ്ങനെ കളിപ്പാട്ടം, വിധേയൻ. അതുകൊണ്ട് ഒരു വർഷത്തില് നിങ്ങൾ എത്ര സിനിമയാണ് കാണുന്നത്? എത്ര? ഒരു വർഷത്തിൽ അങ്ങനെ എത്ര സിനിമ എന്നൊന്നും കണക്കൊന്നുമില്ല സാർ. ഞാനൊരു സിനിമ മുഴുവനായിട്ടും കാണണമെന്നില്ല. പലപ്പോഴും സിനിമയുടെ ക്ലിപ്പുകളായിരിക്കും. പിന്നെ ഇത് എനിക്ക് വയസ്സ് 51 സാർ. ഈ കണ്ട കാലത്തിനിടെ 100 കണക്കിന് സിനിമ കണ്ടിട്ടുണ്ട് സാർ. പിന്നെ ഞാൻ ഈ സിനിമ ഞാൻ ചോദിച്ചത് ശ്രദ്ധിച്ചൊന്നുകൂടെ കേൾക്കുക. ഒരു ആവറേജ് റഫ് നമ്പർ ഓഫ് മൂവീസ് 10, 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 50, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വർഷം അങ്ങനെ നമ്പർ ഒന്നുമില്ല സാർ. നമുക്ക് അത്രയും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ സിനിമ കാണുന്നുള്ളൂ. പക്ഷെ ഞാനത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവാം ചിലപ്പം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവാം. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാവാം. പിന്നെ ഈ സിനിമകളുടെ ഉദാഹരണം പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുവിധ ഞാൻ ഇത് ഒന്ന് പറയാം. ഒരു വർഷം ഞാൻ 300 സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. അത് ക്ലിപ്പായിട്ടല്ല, 300 സിനിമ ഞാൻ 4 ഭാഷയിലും കാണുന്നതാണ്. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. അതെ. എന്നിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഫിലിം ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഞാനും സിനിമയിലുള്ളത് ഇടുമ്പോൾ യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ചില വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ പറയുമ്പോൾ ഒരു കാര്യം അത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് ആ ഉദാഹരണം മനസ്സിലാവും. ദാറ്റ് ഇസ് ഗുഡ്. ദാറ്റ് ഇസ് എ വെരി ഗുഡ് അപ്രോച്ച്. ഇനി അടുത്തത് ദി പവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പവർ സ്ട്രഗിൾ. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദി ആനിമൽ വേൾഡ്. ആനിമൽ കിങ്ഡത്തിലുള്ളതാണ് നമ്മൾ. നമ്മൾ ജംഗിളിൽ എന്താണ് കാണുന്നത്? കാട്ടിൽ തന്നെ പവറാണ്. അവിടെ മൈറ്റ് ആണ്. എക്സാക്ട്ലി. അപ്പൊ അവിടെ കയ്യുക്കുണ്ടെങ്കിൽ പവർ, ദാറ്റ് പേഴ്സൺ വിൽ ട്രൈ, ദാറ്റ് ആനിമൽ വിൽ ട്രൈ ടു ഗെറ്റ് ദി പവർ. അത് നമ്മുടെ ഈ ഇത് വന്നപ്പോഴെന്തായി, ഇവിടെ മണിയും കൂടെ വന്നു. ഇത് അവിടെ ഇല്ല. കാട്ടിൽ അവർക്ക് മണിയില്ല. അവിടെ കംപ്ലീറ്റ് ഫിസിക്കൽ ഇതേ ഉള്ളൂ, മസിൽ പവറേ അവിടെ ഉള്ളൂ. ഇവിടെ മണി പവർ. സാർ ഒരു കാര്യം അതിനിടയ്ക്ക് ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. കാട്ടില് മണിയില്ലെങ്കിലും ചില ജീവികള് ഫുഡ് കൊടുത്ത് വശത്താക്കാറുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നോ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. അത് ലവിലാണ്. ഫുഡ് കൊടുക്കുമ്പോൾ അറിയാം, സം കൈൻഡ് ഓഫ് എ ലവ് അതിൽ വരുന്ന കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്താ പറയാ, ഫിയർ ആണ് ഉണ്ടാക്കുന്നത്. മണി പവർ അഗൈൻ ഫിയർ, ഇന്റിമിഡേഷൻ. അയാൾക്ക് കാശുണ്ട് കേട്ടാ, അയാൾക്ക് പൂത്തതുണ്ട്, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അയാൾക്ക് കഴിയും.
എന്ത് വേണമെങ്കിലും അതെ 4 ഗുണ്ടകളെ വെച്ചാൽ അതിൽ കൊട്ടേഷൻ കൊടുക്കുന്നത് എന്താണ്? കൊട്ടേഷൻ ആരാ ഉം, കൊടുക്കുന്നത്? കാശുള്ളതിനെ കൊടുക്കാൻ ഉം. പറ്റത്തുള്ളൂ അതെ കൊട്ടേഷൻ. പവർ വന്നു അതെ കഴിഞ്ഞു. ആ ഉം, അപ്പോഴങ്ങനെ അപ്പൊ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആളുകളുടെ ഉള്ളിലും ഇത് ഉം, പഴയ തമിഴ് സിനിമാ പാട്ടിലേക്ക് ഉള്ളതാണ്. നമ്മുടെ ഉം, ഉള്ളിൽ തന്നെ ഉം. ഏഞ്ചലും ഉണ്ട്, ഡെവിളും ഉണ്ട്, ഉണ്ട് നെഗറ്റീവ് ഇതുണ്ട്, പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എവറി പോസിറ്റീവ് ഉണ്ട്. പേഴ്സൺ, ഈ അതെ ഇരിക്കുന്ന അംബിയ മാഡം സഹിതം, അംബിയാജി മുതൽ എല്ലാവർക്കും ഉള്ളില് ഈ രണ്ടും ഉണ്ട്. അതെ, ഉണ്ട് 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 അത് അത് സാഹചര്യം ആ, എന്ന് പറഞ്ഞു, നേരത്തെ ഒന്ന് രണ്ട് പറഞ്ഞു. അതെ അല്ല സാറ് സാഹചര്യം, വെറുതെ അത് പുറത്തെടുപ്പിക്കരുത്. ആ സാഹചര്യം ആ സാഹചര്യം അനുകൂലമാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നെഗറ്റീവ് ഇതാണ് ഫ്രണ്ടിലോട്ട് വരാൻ നോക്കുന്നത്. ഈ ഡെവിൾ ഓൾവേസ് ഹാസ് മോർ പവർ. ആ അതെ, അതെ ആ ഡെവിൾ ആ മുന്നോട്ട് വരാൻ നോക്കും. അതാണ് സാർ ലൂസിഫർ എഫക്റ്റ് എന്നുള്ളത്. അത് തന്നെ ആ സാഹചര്യം. അതിന്റെ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, അധികം പറയുന്നില്ല. ഓക്കെ ഓക്കെ സാർ. അതായത് ഞാൻ വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ തന്നെ, ഇവിടെ അമേരിക്കയിൽ തന്നെ, ഞങ്ങളുടെ കൂടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മദാമ്മ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, എന്നെക്കാളൊക്കെ ഒരു ഓക്കെ 10-18 വയസ്സെങ്കിലും പ്രായം കുറവുള്ള മദാമ്മ. ഞങ്ങളൊരു ഒരു മൊത്തം ഒരു 14 ഡോക്ടേഴ്സ് ഉണ്ട് ആ ഇതിൽ ക്ലിനിക്കിൽ. ഇവര് ഞങ്ങളെ പോലെ തന്നെ വർക്ക് ചെയ്യായിരുന്നു, സ്റ്റാഫ് ഇതായിട്ട്. When she was promoted and she was made the supervisor, അത്രയും നാള് പാവമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. When she got the power, her whole thing changed. She became വളരെ ഡിക്റ്ററ്റോറിയൽ, കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ മൈക്രോ ഇതായിട്ടൊക്കെ. അപ്പൊ എല്ലാവരും വണ്ടർ ചെയ്യായിരുന്നു, we never thought that she will be like this. She was very 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 quiet. മിക്കവും ശബ്ദം പോലും കേൾക്കത്തില്ല. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പുറത്തു വരും, റിയൽ സെൽഫ്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഇപ്പൊ ആള് മാറിപ്പോയി. ആള് മാറിയതല്ല, ആള് മാറുന്നേ ഇല്ല. ആ ഇല്ല ഉള്ളിലുള്ള മറ്റേത് ദി അൺനോൺ സെൽഫ്. ഈ ജോഹാരി വിൻഡോ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 4 സെൽഫ് ഉണ്ട് വിൻഡോയിൽ. ഓപ്പൺ സെൽഫ്, ഹിഡൻ സെൽഫ്, ബ്ലൈൻഡ് സെൽഫ്, അൺനോൺ സെൽഫ്. ആ അൺനോൺ ഓക്കെ സെൽഫിനകത്ത് കിടക്കുന്നത് പുറത്തോട്ട് വരും. അതാണ് ഈ മദാമ്മ കാണിച്ചത്. അവരുടെ ഉള്ളിൽ കിടന്നത് കണ്ടു. പിന്നെ കുറെ കഷ്ടപ്പെട്ടു അവർ പിടിച്ച് പുറത്താക്കാനായിട്ട്. കുറെ ഇതൊക്കെ വന്നിട്ട് അവസാനം ഞാനാണ് സക്സീഡ് ചെയ്തത്. ആ മദാമ്മ ഞാനുമായിട്ട് സ്ഥിരം ഇതായി. ഐ നെവർ വാസ് സബ്മിസീവ്. അങ്ങനെ കുറെ കേസുകളും എല്ലാം ആയിട്ട് അവസാനം ഞാൻ കേസ് ജയിച്ചു. ആ മദാമ്മയെ അവരവിടുന്ന് ഡിമോട്ട് ചെയ്തു, ആ സ്ഥാനത്ത് നിന്ന് താഴോട്ട് കുറച്ചു. അത്രയും സംഭവിച്ചു. അതുകൊണ്ട് പവർ ഓക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. സ്ട്രഗിൾ കാട്ടിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. ബിജു സാർ, ഇതിപ്പോ ആ പറയൂ. പവറിനെ കുറിച്ചൊരു സെഷൻ എന്ന് പറഞ്ഞപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് എന്താണാവോ ഈ പറയാതിരിക്കണേ പവറിനെ കുറിച്ച് എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അതിനെക്കുറിച്ച് ഇത്ര അധികം പറയാനിരുന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പവർ അല്ല എങ്ങനെ എനിക്ക് ഇരിക്കും. തോന്നുന്നത് ഇത് ഇവിടെ കൊണ്ട് നിർത്തത്തില്ല, നമുക്ക് കുറെ കൂടെ എലാബറേറ്റ് ചെയ്യാം. എനിക്കത് അറിയില്ലായിരുന്നു, ഇത്രയും ഒരു കാര്യം ഇങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുമെന്നോ. അത് എങ്ങനെയായിരിക്കണം, അല്ല ആധികാരികമായിരിക്കാം, സ്ട്രിക്റ്റ് ആണോ, ലൂസ് ആണോ, എംപതറ്റിക് ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അതുണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടും അതിന്റെ മെറിറ്റ്, ഡീമെറിറ്റ്, അങ്ങനെയൊക്കെ ലൂസിഫർ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാട്ടോ ഞാൻ കേട്ടത്, അങ്ങനെ ഒരു ഇഫക്റ്റ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അല്ല മനസ്സിലായി. ഞാൻ വെറുതെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന അല്ലെങ്കിൽ എനിക്ക് ഈ അടുത്തുണ്ടായ എൻ്റെ ഒരു അനുഭവം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം, ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഈ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം ആക്ച്വലി. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു. പക്ഷെ ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ നമ്മുടെ മലയാളത്തിൽ യൂട്യൂബിലൊന്നും അങ്ങനെ വലിയ അധികം വീഡിയോസ് കണ്ടിട്ടില്ല. ഒന്നും ഇല്ല, കണ്ടിട്ടില്ല, വളരെ കുറവാണ്. പിന്നെ അല്ലാതെ ഫോറിനേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലും ഉള്ളത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടുതലായിട്ട് പഠിച്ചു വരുമ്പോൾ ഇത് നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇതിനെ കുറച്ച് നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള കുറച്ച് ഇതൊക്കെ എടുത്ത് അതൊന്ന് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷെ ഇതിലേക്ക് ഇനിയും വർക്ക് ചെയ്താൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം അത് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. നമ്മുടെ ഒരു ഇതുണ്ട്, പറയൂ മാം. പാണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ആ ഫലിക്കുന്നില്ല. ആ അതും ഓക്കെ ഇതിൽ വരും. പവറ് വരും. ഒരു കാലത്ത് പവർ ഉണ്ടായിരുന്ന ആൾക്കാര്
അതെ അതെ. ആ അത് മാം നേരത്തെ പറഞ്ഞ ആ ഒരു ആൻസറിനോട് അത് യോജിക്കുന്നുണ്ട് കേട്ടോ. പ്രായമുള്ള ഉണ്ട്. ആളുകളെ നമ്മൾ ഇപ്പൊ പവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതും ആ ഒരു ഈ ഒരു ആൻസറും കൂടി ഇപ്പൊ ജോയിന്റ് ഇപ്പത്തെ ആവുന്നുണ്ട്. കാലത്ത് പഴയ ആ കാലത്ത് പല്ലെത്ര പോയാലും ശൗര്യം അവിടെ തന്നെയായിരുന്നു, പവർ അതെയായിരുന്നു. അവിടെ തന്നെയായിരുന്നു, കാരണവന്മാരുടെ കയ്യിൽ അതെ തന്നെയായിരുന്നു പവർ. അതെ അതെ അതെ. ഇന്നതൊക്കെ പണം അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പവർ ഇല്ലാത്ത സ്ഥിതിയാ കാരണവന്മാർക്ക്. ശരിയാണ്. അതെ അതെ, കാരണം ആരോഗ്യം വേണം. പവർ മാത്രം, മണി മാത്രം പോരാ, ആരോഗ്യം വേണം, ആരോഗ്യവും പവർ. വേണം. ആ പണമല്ല, ഹെൽത്തും ആരോഗ്യമാണ് വെൽത്തും മെയിൻ രണ്ടും വേണം. പവർ. അതെ, കാരണം അവർക്ക് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ആശുപത്രി പോകാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ പലപ്പോഴും ഡിപ്പെൻഡൻസ് ആവേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവര് കൺട്രോൾഡ് ആയി പോകുന്നുണ്ട്. ആ ഒരു സെക്കൻഡ്, ജയശ്രീജി, ആ പറഞ്ഞ ആ പഴഞ്ചൊല്ല്, അതിനെ ഞാൻ അത് തന്നെയാണ് ഇപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ ടോക്കിൽ, എൻ്റെ വെബിനാറിൽ സിനിമയും രാഷ്ട്രീയത്തിലുള്ള ഉദാഹരണം കാണിക്കും. അതിന്റെ ലേറ്റസ്റ്റ് ഇതാണ്. ആ മമതാ ബാനർജി പവർ ഉണ്ടായിരുന്നപ്പോൾ, ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ എല്ലാവരും കയ്യും പൊത്തിയില്ല നിന്നവര് ഇപ്പോൾ പോയതിനു ശേഷം റിബൽ ഗ്രൂപ്പായി 61 MLA-മാരെല്ലാം വേറെ മാറി, 20 MP-മാരെ പോയി, അവരെല്ലായിട്ടൊക്കെ അതാണ് പവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത്. മമതാ ബാനർജി എന്തിന്, പിണറായി എന്തായി? അല്ല, പിണറായിയുടെ വ്യത്യാസമുണ്ട്. പിണറായി സ്റ്റിൽ സീസ് എ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ. ഇവിടെ ആരും തന്നെ ഗ്രൂപ്പിൽ നിന്ന് മാറി വേറെയിലോട്ട് പോയിട്ടുമില്ല. CPM നിന്ന് എല്ലാവരും ചാടി അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ അവിടെ അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത്. ആ വെസ്റ്റ് ബംഗാളിൽ നടന്നത് ടോട്ടലി ഡിഫറെന്റ്. ഇവിടത്തെ അതും പിണറായിയുടെ അതും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താനേ പറ്റത്തില്ല. കുറച്ച് സിമിലാരിറ്റി കുറച്ചുണ്ട്, പക്ഷേ നാട്ടിൽ നിന്നൊക്കെ മറ്റേതാണ് ടോട്ടലി ഒന്നുമില്ലാതായി. ഒന്നുമില്ലാതായി അതാണ് അവര്. സാർ, പണമില്ലാത്തവൻ പിണന്ന് മലയാളത്തിലൊരു അത് തന്നെ, ചൊല്ലുണ്ട്. അത് തന്നെ. പണമല്ല, പവറും കൂടെ വേണം, പണം മാത്രമല്ല. അധികാരവും ആരോഗ്യവും ഒക്കെ ബാധകമാണ്. പിണമാണ്, അതെ മാം, പവർ ജയശ്രീ മാം, ഇല്ലാത്തവനും താങ്ക് യു. പിണമാണ്, പണമില്ലാത്തവനും പിണമാണ്. അതെ അതെ. ഞാനിപ്പം എടുത്തിരിക്കുന്ന ടോപ്പിക്ക് എക്കണോമിക് ഡിപ്പെൻഡൻസി ഓഫ് എൽഡർലി വിമൺ ആണ്. അപ്പൊ ഇൻ കേരള. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുമായിട്ട് എനിക്ക് ഓക്കെ, കൊള്ളാം. അപ്പൊ അതിലേക്ക് ഒരു എന്താ പറയാ, ഒരു എന്തെങ്കിലും ഒന്ന് തരാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്കത് വളരെ കണക്റ്റഡ് ആയി. മാമിന്റെ റിസർച്ച് ടോപ്പിക് ആണോ? റിസർച്ച് അല്ല, ഞാൻ MSc-യുടെ. ജയശ്രീജി, ഇപ്പോഴും രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക സ്ത്രീകളും മനസ്സിലാക്കുന്നില്ല. മിക്ക സ്ത്രീകളും മനസ്സിലാക്കുന്നത് അറിയാം, അവർ ഈ കൊടുക്കുന്ന ഫ്രീ ബീസ് എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. എന്തിനാണ്? അവരെ ഡിപ്പെൻഡന്റ് ആക്കുകയാണ്, ഇക്കണോമിക് ഡിപ്പെൻഡന്റ് ആക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പത്തെ ഈ ബസ്സിലെ യാത്രയുടെ ആണോ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? അല്ല, മാസം തോറും 1000 രൂപ 2000 രൂപ എന്നൊക്കെ പറഞ്ഞ് പല സ്റ്റേറ്റിലും സ്ത്രീകൾക്കായിട്ട് അത് കൊടുക്കുന്നത് എന്തിനാണ്? കേരളത്തിലുണ്ടല്ലോ. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട്, പഠിക്കുന്നത് കൊണ്ട്, സ്ത്രീകളുടെ ഇത് പഠിക്കുന്നത് കൊണ്ട് ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്, ബസ്സിലെ അല്ല ഞാൻ പറയുന്നത്, ഞാൻ ബസ്സിനെ വിട്ടേക്കുക. അല്ല, നിങ്ങൾ ബസ്സിനെ വിട്ടേക്കുക. ആവശ്യമുള്ള എത്രയോ പേര് ഇവിടെ ഉണ്ടെന്നറിയോ? ഒരു 1000 രൂപ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ കൂടി ഉണ്ടല്ലോ. എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ലല്ലോ സാറേ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ മാസം തോറും അത് പല സ്റ്റേറ്റിലും 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ കഴിഞ്ഞ ബീഹാർ മുതൽ പലതിലും അങ്ങനെയാണ്. ഒരു ആദ്യമേ തന്നെ ഓരോ പാർട്ടിയും മത്സരിച്ച്, ഞങ്ങൾ വന്നാൽ 1500 രൂപ, ഞങ്ങൾ വന്നാൽ 2000 രൂപ. അത് പിന്നെ ആ ഡിപ്പെൻഡൻസിയെക്കാളും വേദനിപ്പിക്കുന്നത് ഫാമിലിയിൽ അവർക്ക് വരുന്ന ഡിപ്പെൻഡൻസിയാ. ഇത് ആരോടോ കിട്ടുന്നത്, അതിലൊരു ഡിപ്പെൻഡൻസി ഒന്നും വരുന്നില്ല. പക്ഷെ അവരെ ഡിപ്രസ്ഡ് ആക്കുന്ന ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഹസ്ബൻഡിനെയും മക്കളെയും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ച് കാത്തു കിടക്കേണ്ടി വരുന്ന ഒരു ഡിപ്പെൻഡൻസി ഇല്ലേ, അത് ഭയങ്കര പെയിൻഫുള്ളാ. അതിൽ നിന്ന് അവർക്ക് റിലീഫാ, ഞങ്ങൾക്ക് ഇത്രയുണ്ട്.
മറ്റേത് അവർക്ക് അവരോടൊന്നും അങ്ങനത്തെ ഒരു ഡിപ്രഷൻ ഓക്കെ. വരുന്ന ഇവരെ സംബന്ധിച്ച് നല്ലതാ, ലേഡീസിനെ സംബന്ധിച്ച്. ഓക്കെ. ജയശ്രീ മാം, വേണു സാർ, ഞാൻ വിചാരിക്കുന്നു നമ്മൾ സബ്ജക്റ്റ് നിന്ന് പോയി. അതെ അതെ. ഓക്കെ ലെറ്റ്സ് കം ഓക്കെ. ബാക്ക്. നമ്മുടെ ആ ഇന്നത്തെ ഈ ഒരു വിഷയത്തിനോട് ഇനി ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. അല്ല, സാർ സബ്ജക്റ്റിൽ വളരെ നിന്ന് പോയതല്ല. അല്ലല്ല, ഒരു സെക്കൻഡ്. സബ്ജക്റ്റിൽ പോയതല്ല. അവിടെ എന്താണ് ആ പവറാണ്, മണി പവറിന്റെ കാര്യം പറഞ്ഞു വരികയാണ്. ഹൗ ദി മണി ഇൻഫ്ലുവൻസസ്. ആരുടെ കയ്യിൽ കാശുണ്ടോ അവരാണ് അവസാനം കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ജയശ്രീജിയും പറഞ്ഞത്. അതായത് വീട്ടിലുള്ളവര്, കുടുംബത്തിലുള്ളവർ തന്നെ മറ്റൊരു ആശ്രയിക്കുന്നതാണ്. ദി പവർ ഇസ് വിത്ത് ദി പീപ്പിൾ ഹു ഹാവ് ഗോട്ട് ദി മണി. ദാറ്റ് ഇസ് എ പോയിന്റ്. ഓക്കെ സാർ, താങ്ക് യു. ഒത്തിരി താങ്ക്സ് സാർ. എനിക്ക് എന്റെ പഠനത്തിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. എനിക്കതുകൊണ്ട് വളരെ പ്രയോജനപ്പെട്ടു. ഒത്തിരി താങ്ക്സ്. യു ആർ വെൽക്കം. Yes, Vijay sir. ഞാൻ പറയൂ ഓഡിബിൾ അർച്ചന. ആണോന്ന് അറിയില്ല, ഇവിടെ ഭയങ്കര ഹെവി റെയിൻ ആണ്. കേൾക്കാം. Am I audible? ആ, ഓ യാ, ഓഡിബിൾ. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ടോപ്പിക് തന്നപ്പോഴും കണ്ടപ്പോഴും ഒരിക്കലും ഇത്രയധികം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. ആക്ച്വലി ആദ്യം മുതൽ കേൾക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഒരുപാട്, ഓക്കെ. അതായത് നമ്മുടെ ഇടയിൽ നടക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിന് ഇത്രയും ഡെപ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ അതിനോടുള്ളൊരു വീക്ഷണം, അല്ലെ, നമ്മൾ അതിനെ ഓരോ കാര്യങ്ങളെയും കാണുന്നതിന്റെ ഒരു ആംഗിൾ മാറും. ഉറപ്പായിട്ടും മാറും. നമ്മൾ അതെ, ഓരോ കാര്യങ്ങളും കാണുന്നതിന്റെ ആംഗിൾ മാറും. കാരണം നമ്മൾ അതിനെ അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ വളരെ മനോഹരമായ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത ബിജി സാറിനും നല്ലൊരു ഇൻട്രോ തന്ന സ്വപ്ന മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും നേരം ഈ ഒരു വിഷയം കേട്ടിരിക്കാൻ ഇവിടെ കൂടിച്ചേർന്നവരും അതുപോലെ ഇന്ററാക്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. Yes, sir.